പത്തലു, എന്റെ പത്തലു, എനിക്കും പട്ടം പറപ്പിക്കാൻ കൊതിയാവുന്നു പത്തലു. മോട്ടു മകരസംക്രാന്തി അല്ലേ, പട്ടം പറപ്പിക്കുന്ന കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാത്രേ. എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാ. എനിക്കും പങ്കെടുക്കണം. എന്തെങ്കിലും ഒന്ന് ആലോചിക്കും മോട്ടു. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഏതെങ്കിലും പട്ടം പൊട്ടി താഴെ വീഴില്ലേ, അപ്പൊ നമുക്ക് അതെടുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. ഈ ഐഡിയ എന്തായാലും കൊള്ളാം. ദേ കണ്ടോ, ആ പട്ടം താഴെ വീണു. വരൂ പത്തലു. ബോക്സർ ചേട്ടാ, സോറി, തെറ്റ് പറ്റിപ്പോയി. ഞങ്ങൾ ആ പട്ടം നോക്കി വരികയായിരുന്നു. ഓ, പട്ടം എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു പട്ടം പിടിക്കാൻ വേണ്ടി റോട്ടിൽ ഇങ്ങനെ ഓടാൻ പാടില്ല. അതുകൊണ്ട് ആക്സിഡന്റ്സ് ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ കളർ ചുവപ്പും നീലയായിട്ട് മാറും. ഞങ്ങളുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ കണ്ണ് ചുവപ്പ് നീലയാവുന്നേ? ഒന്ന് പറഞ്ഞു താ. ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പൊ നിറം മാറിയില്ലേ? പിന്നല്ലാതെ ബോക്സർ ചേട്ടാ, നല്ല ചുമപ്പുമായി നല്ല നീലയുമായി. വളരെ നന്ദിയുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? പട്ടം പറക്കുന്നത് കണ്ട് റോട്ടിൽ കൂടെ പറക്കാൻ പാടില്ലെന്ന്. പത്തലു, എന്നെ മുറുക്ക പിടിച്ചോടെ. അതെന്റെ കയ്യെത്തും ദൂരത്താ ഉള്ളത്. നീ മുമ്പിലേക്ക് നടന്നോ, ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. വർണ്ണക്കടലാസിൽ ഞാൻ ഒട്ടിച്ച എന്റെ കൊച്ചുപട്ടം എല്ലാവർക്കും മീതെ ഉയർന്നു പറക്കും. എന്റെ കൊച്ചുപട്ടം. ബോക്സറേട്ടാ, നിങ്ങളിപ്പോ എന്തിനാ ഈ മരത്തിന്റെ ചോട്ടിലേക്ക് വന്ന്? ചേട്ടനല്ലേ പറഞ്ഞ റോഡിൽ കൂടെ പോയി പട്ടം എടുക്കരുതെന്ന്. അതുകൊണ്ട് ഞങ്ങള് മരത്തിന്റെ മേലിൽ കയറി എടുത്തതാണ്. ക്ഷമിക്കൂ ബോക്സർ ചേട്ടാ, ക്ഷമിക്കൂ. നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല ഇത്. നിങ്ങളെ ശിക്ഷിക്കാനും ക്ഷമിക്കാനും ഞാൻ ആരാണ്? അതെല്ലാം മേളിലിരിക്കുന്ന ഒരാളുടെ ജോലിയല്ലേ? അതെന്തായാലും ശരിയാണ്. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. മുകളിലുള്ളവനൊന്ന് കനിഞ്ഞങ്ങ് വിളിച്ചാ അവനെല്ലാം ക്ഷമിച്ചേക്കും. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, മരത്തിൽ നിന്നും പട്ടം എടുക്കുന്നത് ഒരു അപകടം പിടിച്ച കാര്യമാണ്. താഴെ കൂടെ നടന്നു പോകുന്ന ഒരാളുടെ മേളിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മേളിലോട്ട് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്, നമ്മൾ മോളിൽ നിന്ന് താഴോട്ടല്ലേ വീഴാറുള്ളത്? പക്ഷെ താഴെ നിന്ന് എങ്ങനെയാ മുകളിലോട്ടേക്ക് പോവുക? ഒന്ന് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇപ്പൊ മനസ്സിലാക്കി തരാം. പിടിച്ചോ. ഇതിൽ നിന്നും നമ്മൾ എന്താ പഠിച്ചത്? മരത്തിന്റെ മുകളിൽ കയറി പട്ടം എടുക്കാൻ പാടില്ല. വർണ്ണക്കടലാസിൽ ഞാൻ ഒട്ടിച്ച എന്റെ കൊച്ചു പട്ടം. മോട്ടും പത്ലവും പറന്നു പോയി, ഇനി ഞാൻ പറത്തും എന്റെ പട്ടം. ബോക്സറേട്ടാ, ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. വീടിന്റെ മുകളിൽ കയറി പട്ടം പറത്തുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് നീലയും ചുവപ്പാകാനുള്ള സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വീണ് വീണ്ടും മുകളിലേക്ക് പറക്കാനുള്ള സാധ്യത കാണുന്നു. മാത്രമല്ല അപ്രത്യക്ഷമാകാനും മതി. അപ്രത്യക്ഷമാകുകയോ? അതെങ്ങനെ സംഭവിക്കാം? ദേ ഇതുപോലെ. എവിടെയാ പോയത്? ഒരു ഇടി പോലും തന്നില്ലല്ലോ. ബോസ്, നമ്മൾ വജ്രം മോഷ്ടിച്ചു. പക്ഷേ ഈ വജ്രത്തിന്റെ സിറ്റിക്ക് വെളിയിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുപോകാനാ? അതും കൂടി ആലോചിക്കണ്ടേ? ഇൻസ്പെക്ടർ ചിങ്കമാണെങ്കിൽ സിറ്റിയിൽ വളരെ കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അല്ലേ നമ്പർ 2? ഈ വജ്രം എങ്ങനെയെങ്കിലും ഈ പട്ടണത്തിൽ നിന്ന് കടത്തി എന്റെ ചേട്ടൻ ഷോണിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ മണ്ടന്മാരെ. എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. ഈ വജ്രമെല്ലാം ഒരു പട്ടത്തിൽ കെട്ടി പട്ടണത്തിന് മുകളിലൂടെ പറത്തി വിടണം. അപ്പോ ഇതെന്റെ ചേട്ടന്റെ കൈകളിൽ എത്തും. പിന്നെ ചിങ്കത്തിന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്റെ പട്ടം ചൈനക്കാർ ഉണ്ടാക്കിയതാണ്. അത് റിമോട്ട് കൺട്രോൾ വെച്ച് ചെയ്യാൻ പറ്റും. എന്റെ പട്ടത്തിനോട് വേറെ എന്തിനും കളിക്കാൻ പറ്റില്ല. കള്ളക്കളി കളിക്കുക. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. മോട്ടു, നീ വീട്ടിൽ പോയി ഉറങ്ങ്. ഈ ഡോണിന്റെ പട്ടം പൊട്ടിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അവന്റെ പട്ടത്തിനുള്ള ഉത്തരം ഇങ്ങനെ കൊടുത്താലേ ശരിയാകൂ. എനിക്ക് പട്ടം പറപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവമുണ്ട്. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. പൊളിക്കടുത്തല്ലോ. നിന്റെ പട്ടം 20 സെക്കൻഡ് പോലും പറന്നില്ലല്ലോ. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്ത്
ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഞാൻ ജോണിന്റെ പട്ടം കണ്ടപ്പോഴേ ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ജോണിന്റെ പട്ടത്തിനുള്ള ഉത്തരം ഡോക്ടർ ജഡ്കയുടെ പട്ടത്തിന് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അതിപ്പോ വരുന്നുണ്ടാവും. ഓ മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്കേ, പത്തില് പറഞ്ഞപ്പോഴേക്ക് ഞാൻ കൊണ്ടുവന്ന സാധനം എന്താണെന്ന് നോക്ക്. ഇത്രയും വലിയ പട്ടോ? ഇത് വലുത് മാത്രമല്ല, ഭയങ്കര ശക്തിയുള്ളതുമാണ്. ഒരു മനുഷ്യൻ ഇതിനകത്ത് കയറിയിരുന്ന് പോകാൻ പറ്റും. ഇത് പറപ്പിക്കാൻ നൂലല്ല വേണ്ടത്, പെട്രോളാണ്. ഇത് ആർക്കും കട്ട് ചെയ്യാനും പറ്റില്ല, ഇതിനടുത്തേക്ക് ആർക്കും വരാനും പറ്റില്ല. കൊള്ളാം ഡോക്ടർ ജഡ്ക, കൊള്ളാം. ഇനിയിപ്പൊ നമുക്ക് ജോണിനൊരു പണി കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യുമ്പത്തിലു, ഇതിൽ കയറി മുകളിലേക്ക് പറക്ക്. ഇതൊരു തവണ മുകളിലേക്ക് പറന്നാൽ പിന്നെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ബട്ടൺ അമർത്തുമ്പോഴാണോ പട്ടം പറക്കുക? എന്താ 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 എന്തൊക്കെയാ നിങ്ങൾ അവിടെ ചെയ്യുന്നേ? എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഇത് ഞാൻ ആദ്യമായിട്ട് പറപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് സമയം എടുക്കും. നിർത്ത ഒന്ന് നിർത്ത്. എന്നെ ഒന്ന് താഴെ ഇറക്ക്. എന്തൊക്കെയാ നിങ്ങൾ അവിടെ ചെയ്യുന്നേ? പട്ടം അടിച്ചു മാറ്റുന്നതും അപകടമാണ്. ടെറസിൽ നിന്നും പട്ടം പറത്തുന്നതും അപകടമാണ്. പ്ലേ ഗ്രൗണ്ടിൽ നിന്നും പട്ടം പറത്തുന്നതും അപകടമാണ്. പിന്നെ മോട്ടവും പത്തിലും ഉണ്ടെങ്കിൽ ആ വഴി പോകുന്നത് തന്നെ അപകടമാണ്. ഇനിയല്ലേ കളി? എന്റെ 1 കോടിയുടെ വജ്രം പിടിക്ക്, പട്ടത്തെ പിടിക്കടാ. പിടിക്ക്, ആ പട്ടത്തിനെ പിടിക്ക്. ഈ വജ്രം കിട്ടിയ ചിങ്കത്തിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ആരെങ്കിലും ഒന്ന് ചിങ്കത്തിനെ വിളിക്ക്. ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുക. പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു തന്നോളാം. എന്റെ അമ്മോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. നല്ല മണം. മോട്ടു വണ്ടി ആരാ ഓടിക്കുന്നത്? എന്റെ പത്തിലും അതൊന്ന് പിടിച്ചു നിർത്ത്. മോട്ടു, ഈ ഏണിയുടെ ബട്ടൺ ഒന്ന് അമർത്തു. ഇത് വെച്ച് ഞാൻ മുകളിലേക്ക് കയറി ആ പട്ടം പിടിച്ചിരിക്കും. എന്റെ അമ്മോ, അമ്മച്ചി, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും ഇതൊന്ന് താഴെ ഇറക്ക്. നീ മാറ്, ഞാൻ വണ്ടി ഓടിച്ചോളാം. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ജഡ്ക, എന്നെ രക്ഷിക്കണേ. എന്റെ കാര്യം പോക്കാണെന്നാ തോന്നണേ. രക്ഷിക്കണേ. രക്ഷിക്കണേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. വജ്രം നിങ്ങൾ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഇവിടുന്ന് പോവാൻ കഴിയില്ല.